ഈ പത്രം എന്ന് പറയുന്ന ഈ പേപ്പറിനൊക്കെ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറച്ച് ബന്ധങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇതിനെ പറയുന്ന പേര് മാപ്പിൾത്തോ എന്നാണ് ഈ പേപ്പർ എന്ന് പറയുന്ന പേര്. മാപ്പിൾത്തോ പേപ്പേഴ്സ് അത്രയും കട്ടിയേ ഉള്ളൂ അല്ലേ അല്ലേ? അതിനെന്താ നമ്മൾ പറയുന്നത്? നമ്മൾ GSM എന്ന് പറയുന്ന GSM നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ കാർപ്പേറ്റിന്റെ അതിന്റെ തിക്നെസ് ആണ് GSM എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഒരു മാഗസീന്റെ കവർ പേജ് കുറച്ചുകൂടെ തിക്കുണ്ട് അല്ലെ, വിസിറ്റിംഗ് കാർഡ് കുറച്ചുകൂടെ തിക്കുണ്ട് അല്ലെ. അതപ്പോ അദ്ദേഹം ഈ പത്രത്തെക്കാളും കട്ടിക്കുറഞ്ഞ പേരുകൾ വീണ്ടുണ്ട്. അപ്പം ഈ ന്യൂസ് പേപ്പർ പ്രിന്റിന്റെ മാപ്പിലത്തോടെ അതിന്റെ പറയുന്ന കറക്റ്റ് GSM എന്ന് പറയുന്നത് 85 GSM ആണ്. 85 GSM ആണ് അതിന്റെ. അതുപോലെ അതിനെ നമുക്ക് കുറച്ച് നമ്മൾ കാണാതെ പഠിക്കുന്നതിനേക്കാളും നമ്മളൊരു ഓഫ്സെറ്റോ അല്ലെങ്കിൽ സാധാരണ പ്രിന്റിംഗ് സ്ഥാപനങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പല ടൈപ്പ് GSM പേപ്പർ സൂക്ഷിക്കാൻ അങ്ങനെ ഒരു ചെറിയൊരു സാധനം ഉള്ളൂ. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു തന്നെ നോക്കി മനസ്സിലാക്കുന്നു എത്രയാണ് ഇപ്പൊ 85 പറഞ്ഞിട്ടാണ് അല്ലെ, നമ്മൾ മനസ്സിലിങ്ങനെ കിടക്കുന്നത്. അപ്പൊ അങ്ങനെ നേരിട്ട് പോയി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ID പോലുള്ള സംഭവം സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ നമ്മളൊരു ID ഇവിടെ ഒരു പ്രിന്റിംഗ് ദിവസങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ക്ലാസ്സുകളെല്ലാം തീർച്ചയായിട്ടും നമുക്ക് അവിടെ പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ സെമിനാറൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനോരമ ഒരു അഴിവുകളെ സംബന്ധിച്ചിട്ട് പക്കയായിട്ട് അതായത് നമ്മൾ ഈ പുസ്തകങ്ങളിൽ മാത്രം ഡിജിറ്റലിൽ മാത്രം പഠിച്ചിട്ടല്ല നമ്മൾ പോകുന്നത് അല്ലേ. ഇത് എങ്ങനെ ഒരു പ്രൊഫഷണൽ ഇൻഡസ്ട്രിയിൽ അതിന്റെ ബാക്കി ടെക്നിക്കുകൾ പഠിക്കുമ്പോഴാണ് പിന്നെ അതൊരു പൂർണ്ണത. അതിനുവേണ്ടിയിട്ടാണ് നമുക്ക് ഡിഗ്രിയോ PGയോ നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പൊ അത് നമുക്ക് അതിനായിട്ട് ആവശ്യമാണ്.